ഈ ട്രാൻസ്ഫർ വിപണി ഇത്രയും ആവേശകരമാക്കിയത് ആരാണെന്നതിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ: റോഡ്രിഗോ ഹെർണാണ്ടസ് കസ്കൻഡെ. ഒരു വശത്ത് റോഡ്രിയെ കിനാവ് കണ്ടുറങ്ങിയ സാന്റിയാഗോ ബെർണബ്യൂ, മറുവശത്ത് റയലിനെ അപ്രതീക്ഷിതമായൊരു ടാക്കിളിൽ മറികടന്ന് മുന്നിലേക്ക് കയറിയ ബാഴ്സലോണ. എന്നാൽ റോഡ്രിയെപ്പോലൊരാളെ എളുപ്പത്തിൽ കൊണ്ടുപോകാമെന്ന് പ്രതീക്ഷിക്കരുതെന്ന സന്ദേശവുമായി സിറ്റിയും കളത്തിലുണ്ട്. എന്തുകൊണ്ട് റോഡ്രിക്ക് ഇത്ര ഡിമാൻഡ് എന്ന് ഇനി അധികമാരും ചോദിക്കില്ല. കാരണം ദിവസങ്ങൾക്ക് മുമ്പ് കാൽപന്തിലെ മോസ്റ്റ് പ്രസ്റ്റീജിയസ് ടൂർണമെൻറ്റിൽ സ്പാനിഷ് കുപ്പായത്തിൽ നമ്മളയാളെ കണ്ടതാണ്. പന്തടക്കത്തിലെ കൃത്യതയും കളി വായിച്ചെടുക്കാനുള്ള മാനുഷിക ശേഷിയും അയാളെ വേറിട്ട് നിർത്തുന്നു. കാറ്റിൻ്റെ വേഗതയുള്ള ആക്രമണങ്ങളെപ്പോലും ഒരു പുഞ്ചിരിയോടെ ശാന്തമായി പിടിച്ചുകെട്ടുന്ന ഡിഫൻസീവ് മിഡ്ഫീൽഡർ. ആ പൊസിഷനിൽ നിന്നും ബാലൻഡിയോറും ലോകകപ്പിലെ ഗോൾഡൻ ബോളും തൂക്കിയെന്ന് പറഞ്ഞാൽ തന്നെ അയാളുടെ റേഞ്ച് ഊഹിക്കാം. ട്രാൻസ്ഫർ ജാലകത്തിൽ നാടകാന്ത്യം റോഡ്രിയുടെ ഭാവി എന്താകും പരിശോധിക്കാം. ഇംഗ്ലീഷ് മണ്ണിൽ സകലതും നേടിയ റോഡ്രി സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്താനുള്ള ആഗ്രഹം നേരത്തെ പലകുറി പ്രകടിപ്പിച്ചതാണ്. 2019 തൻ്റെ 23-ാം വയസ്സിലാണ് അത്ലറ്റിക്കോ മാഡ്രിഡിൽ നിന്ന് റോഡ്രി മാഞ്ചസ്റ്ററിൽ പറന്നിറങ്ങിയത്. പിന്നീട് പെപ് ഗാർഡിയോള എന്ന പരിശീലകൻ്റെ തണലിൽ റോഡ്രി കരിയറിൽ നേട്ടങ്ങൾ ഓരോന്നായി തുന്നിച്ചേർത്തു. 7 വർഷത്തിനിടെ പ്രീമിയർ ലീഗ് കിരീടങ്ങൾ ഉൾപ്പെടെ 13 ട്രോഫികൾ. 2022-23 ചാമ്പ്യൻസ് ലീഗ് ഫൈനലിലെ ആ വിജയഗോൾ ഇന്നും ഓരോ സിറ്റി ആരാധകൻ്റെയും മനസ്സിൽ മായാതെ ഉണ്ടാകും. തൊട്ടടുത്ത വർഷം ബാലൻഡിയോർ തിളക്കം കൂടിയായതോടെ ലോകത്തിലെ ഏറ്റവും മികച്ച ഡിഫൻസീവ് മിഡ്ഫീൽഡർ എന്ന ലേബലും റോഡ്രിക്ക് സ്വന്തം. ACL ഇഞ്ചുറി ഭേദമായി ദീർഘകാലത്തിന് ശേഷം കളത്തിലേക്ക് മടങ്ങിയെത്തുമ്പോൾ അയാളിൽ അവിശ്വാസത്തിൻ്റെ കണിക പോലും മാഞ്ചസ്റ്റർ സിറ്റി കോച്ചായിരുന്ന പെപ് ഗാർഡിയോളക്കുണ്ടായിരുന്നില്ല. സിറ്റിക്കൊപ്പം തുടരെ അവസരങ്ങൾ വീണ്ടും നൽകി. പോയ കാലത്തെ ഫോമിലേക്ക് താരത്തിന് മടങ്ങിയെത്താനായില്ലെങ്കിലും ബെഞ്ചിലിരുത്താൻ പെപ്പ് ഒരിക്കലും ഒരുക്കമായിരുന്നില്ല. ഒടുവിൽ വെറും ആവറേജായ ഒരു ക്ലബ് സീസണിന് ശേഷം ലോകകപ്പിനെത്തിയ റോഡ്രിയെ ബീസ്റ്റ് മോഡിലാണ് അമേരിക്കൻ മണ്ണിൽ ആരാധകർ കണ്ടത്. ഒടുവിൽ സ്പെയിനിനെ കിരീടത്തിലേക്ക് എത്തിച്ച റോഡ്രി നാഷണൽ ഹീറോയുമായി. ഇതോടെയാണ് ഒരു വേള താരത്തെ സംശയത്തോടെ വീക്ഷിച്ചിരുന്ന റയലിനെയും ബാഴ്സയെയും മാറി ചിന്തിപ്പിച്ചത്. പ്രിയ മാനേജർ ഗാർഡിയോള സിറ്റി വിട്ടതും റോഡ്രിയുടെ ക്ലബ്ബ് മാറ്റത്തിന് ആക്കം കൂട്ടുന്നതായി. അപ്പോഴും ഒരു കാര്യത്തിലാണ് സംശയമുണ്ടായിരുന്നത്: റോഡ്രി റയലിലേക്കാണോ അതോ ബാഴ്സയിലേക്കോ? നേരത്തെ റയലിനോട് അടുക്കുന്നതായി വ്യക്തമാക്കിയ റോഡ്രി പിന്നീട് ബാഴ്സയോടും സമദൂരമാണെന്ന നിലപാടാണ് സ്വീകരിച്ചത്. എന്തുകൊണ്ട് ബാഴ്സയ്ക്ക് റോഡ്രിയെ വേണം? കാരണം ലളിതമാണ്: സെർജിയോ ബുസ്കറ്റ്സിൻ്റെ പകരക്കാരനാകാൻ. ബാഴ്സലോണയ്ക്ക് ഇനിയും ഫിൽ ചെയ്യാനാകാത്ത വേക്കൻസിയാണത്. പ്രതിരോധത്തെയും മിഡ്ഫീൽഡിനെയും മികച്ച രീതിയിൽ ബന്ധിപ്പിക്കാനും കളിയുടെ വേഗത നിയന്ത്രിക്കാനുമാകുന്ന ഒരു സ്വാഭാവിക ഡിഫൻസീവ് മിഡ്ഫീൽഡറെ കൊണ്ടുവരാൻ കറ്റാലൻ ക്ലബിന് ഇതുവരെയും സാധിച്ചിരുന്നില്ല. ഫ്ലിക്കിൻ്റെ വരവിന് ശേഷം ലാലിഗയടക്കം ക്യാമ്പ് നൗവിലെത്തിയെങ്കിലും ചാമ്പ്യൻസ് ലീഗ് ഒരു സ്വപ്നമായി അവശേഷിക്കുകയാണ്. ഇതിന് റോഡ്രിയെപ്പോലൊരു താരത്തിൻ്റെ എക്സ്പീരിയൻസാണ് ക്ലബ് ലക്ഷ്യം വെക്കുന്നത്. ബുസ്കറ്റ്സിൻ്റെ റീപ്ലേസ്മെൻറ്റായി റോഡ്രി എന്ന പേര് നേരത്തെ മുതലേ കറ്റാലൻ ക്ലബിൻ്റെ മനസ്സിലുള്ളതുമാണ്. ഒരുപക്ഷേ സ്പെയിൻ ദേശീയ ടീമിന് ഇതിന് സമാനമായൊരു തലമുറ മാറ്റമാണ് ബാഴ്സയും പ്രതീക്ഷിച്ചത്. എന്നാൽ റയൽ രംഗപ്രവേശനം ചെയ്തതോടെ റോഡ്രി ഡീലിൽ നിന്ന് ബാഴ്സ പിറകോട്ട് പോകുന്നതാണ് കണ്ടത്. എന്നാൽ ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ കാര്യങ്ങൾ മാറിമറിഞ്ഞു. റോഡ്രിക്കായുള്ള ഗ്രീൻ സിഗ്നൽ തെളിഞ്ഞതോടെ പരിശീലകൻ ഹാൻസി ഫ്ലിക്കും സ്പോർട്ടിംഗ് ഡയറക്ടർ ഡെക്കോയും അവസരം നഷ്ടപ്പെടുത്തേണ്ട എന്ന നിലപാടെടുത്തു. ഹ്യൂലിയൻ അൽവാരസ് ഡീലിലടക്കം കൈപ്പൊള്ളിയ ബാഴ്സയ്ക്ക് നിലവിൽ നേരിടുന്ന വിമർശനങ്ങളെ മറികടക്കാനായുള്ള കൃത്യമായ ഇടപെടലായിരുന്നു റോഡ്രി ഡീൽ. പരിക്കിനെ തുടർന്ന് ഈ സീസണിൽ ഫ്രാങ്കി ഡിയോങ്ങിനെ ഇനി ബാഴ്സയ്ക്ക് പ്രതീക്ഷിക്കാനാവില്ല. ഗാവി, മാർക്ക് ബേണാൽ എന്നീ ഓപ്ഷനുകൾ ഫ്ലിക്കിന് മുന്നിലുണ്ടെങ്കിലും സീസൺ ഒന്നാകെ ഈ താരങ്ങളെ വെച്ച് മുന്നോട്ട് പോകാനാകില്ലെന്ന ബോധ്യം അവർക്കുണ്ട്. മാത്രമല്ല, ഡിയോങ് കൈകാര്യം ചെയ്തതുപോലെ പ്രസ് റെസിസ്റ്റന്റ് മിഡ്ഫീൽഡർ വേണമെന്ന ആവശ്യവും ബാഴ്സയെ റോഡ്രിക്കായി പിടിമുറുക്കാൻ കാരണമാക്കി. അതേസമയം ഇവിടെ റോഡ്രിയുടെ നിലപാടും പ്രധാനമായിരുന്നു. 8 ബാഴ്സലോണ കളിക്കാർക്കൊപ്പം ലോക കിരീടം സ്വന്തമാക്കാനായതും ഫ്ലിക്കിൻ്റെ കളിശൈലിയോടുള്ള മതിപ്പും റോഡ്രിയെ ബാഴ്സയോട് അടുപ്പിച്ചതായാണ് വാർത്തകൾ. കഴിഞ്ഞ ദശകത്തിൽ സിറ്റിയിൽ കളിച്ച കറ്റാലൻ താരങ്ങളുടെ ഉപദേശങ്ങളും റയലിന് മുകളിൽ കൂടുതൽ അടുക്കാൻ റോഡ്രിയെ പ്രേരിപ്പിച്ചതായാണ് വാർത്തകൾ. റോഡ്രിയുമായി പേഴ്സണൽ വ്യവസ്ഥകളിൽ ധാരണയായതോടെ ഇനി അവശേഷിക്കുന്നത് ട്രാൻസ്ഫർ ഫീയിലെ നെഗോസിയേഷൻ മാത്രമാണ്. നിലവിൽ ബാഴ്സ മുന്നോട്ട് വെച്ച ഇനീഷ്യൽ ബിഡ് സിറ്റി നേരത്തെ നിരാകരിച്ചിരുന്നു. ഒരുപക്ഷേ 70 മില്യണിൽ ബാഴ്സയ്ക്കും സിറ്റിക്കുമിടയിൽ ഈ ഡീൽ നടക്കുമെന്നാണ് ഫുട്ബോൾ പണ്ഡിറ്റുകളടക്കം പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നാൽ ഏത് നിമിഷവും കാര്യങ്ങൾ മാറിമറിയാനുള്ള സാധ്യതയും നിലവിൽ തള്ളിക്കളയാനാകില്ല. പെട്രി, ഗാവി, മാർക്ക് ബേണാൽ, ഫെർമിൻ ലോപ്പസ്, ഡാനി ഓൽമ തുടങ്ങി ശക്തമായൊരു മിഡ്ഫീൽഡ് നിര ഓൾറെഡി ബാഴ്സയ്ക്കുണ്ട്. ഡിയോങ് പരിക്കിൽ നിന്ന് മുക്തനായി എത്തിയാൽ എന്തു ചെയ്യുമെന്നതും ചോദ്യചിഹ്നമായുണ്ട്. ഇതിനെല്ലാം പുറമെ ഒരു സെൻട്രൽ ഡിഫൻഡറെയാണ് ബാഴ്സ ആദ്യം സൈൻ ചെയ്യേണ്ടതെന്ന വികാരവും ക്ലബിനുള്ളിൽ ശക്തമാണ്. റോഡ്രിയുടെ കാര്യത്തിൽ വലിയൊരു യാത്ര തന്നെയാണ് റയൽ നടത്തിയത്. എന്നാൽ കഴിഞ്ഞ വാരം ആ കൂടുമാറ്റ വാർത്ത ബെർണബ്യൂവിൽ നിന്ന് ക്യാമ്പ് നൗവിലേക്ക് ചൂടുമാറുന്നതിനാണ് ആരാധകർ സാക്ഷ്യം വഹിച്ചത്. റോഡ്രി ഈ സമ്മറിലെ തങ്ങളുടെ ട്രാൻസ്ഫർ ലിസ്റ്റിലില്ലെന്ന് നേരത്തെ റയൽ പറഞ്ഞിരുന്നു.
റോഡ്രിയുടെ ഇഞ്ചുറിയും റയൽ പ്രസിഡന്റ് ഫ്ലോറന്റീനോ പെരസ് സംശയത്തോടെയാണ് കണ്ടത്. പുതിയ പരിശീലകൻ ഓസെ മൊറീഞ്ഞോയ്ക്ക് മറ്റൊരു ശൈലിയിലുള്ള താരത്തെയാണ് ആവശ്യമെന്നതും സിറ്റി താരത്തിന് പിറകെ പോകേണ്ടതില്ലെന്ന നിലപാടിലെത്തിച്ചു. എന്നാൽ ഇക്കഴിഞ്ഞ ലോകകപ്പിലെ റോഡ്രിയുടെ പെർഫോമൻസ് എല്ലാം മാറ്റിമറിക്കുന്നതായിരുന്നു. ഫോം, ഫിറ്റ്നസ് എന്നീ ആശങ്കകളെല്ലാം പൊളിച്ചെഴുതുന്ന പ്രൈം റോഡ്രിയെയാണ് ലോകകപ്പിൽ കണ്ടത്. ഇതോടെ ബെർണബ്യൂവിൽ മനംമാറ്റത്തിന്റെ സൂചനകൾ കണ്ടു തുടങ്ങി. റോഡ്രിക്കായി റയലിന്റെ തുടർ കരുനീക്കങ്ങളാണ് പിന്നീട് നടന്നത്. ജൂലൈ അവസാനത്തോടെ റോഡ്രിയെ സൈൻ ചെയ്യുന്നതിൽ ക്ലബ് വൃത്തങ്ങൾ ശുഭാപ്തി വിശ്വാസം പുലർത്തുകയുണ്ടായി. അപ്പോഴും ആ ഡീലിൽ പുതിയ അപ്ഡേറ്റുകളൊന്നും ഉണ്ടായില്ല. ട്രാൻസ്ഫർ തുകയുടെ കാര്യത്തിലും സിറ്റിയുമായി ധാരണയിലെത്താനായില്ല. പക്ഷേ പെട്ടെന്നാണ് ബാഴ്സയുടെ അപ്രതീക്ഷിത എൻട്രി. ബാഴ്സ കളത്തിലിറങ്ങിയതോടെ റയൽ ചിത്രത്തിൽ നിന്ന് പതിയെ അപ്രത്യക്ഷമായി തുടങ്ങി. തന്നിൽ ഇപ്പോഴും റയലിന് വിശ്വാസമില്ലെന്ന തോന്നൽ റോഡ്രിയെ എതിർ കൂടാരത്തിലേക്കുള്ള വാതിൽ തുറന്നിടുന്നതിലേക്കും നയിച്ചു. ഫ്ലിക്ക് നേരിട്ട് വിളിച്ച് പദ്ധതികൾ വിശദീകരിച്ചതും താരത്തെ ഇംപ്രസ് ചെയ്യിപ്പിച്ചു. അവസാനമായി ഒരു ശ്രമത്തിന് കൂടി റയലിന് താല്പര്യമുണ്ടെങ്കിലും അത് വൈകിപ്പോയെന്നാണ് നിലവിൽ പുറത്തുവരുന്ന വാർത്തകൾ. റോഡ്രി ഇനി ബെർണബ്യൂവിൽ എത്തണമെങ്കിൽ അത്ഭുതങ്ങൾ തന്നെ സംഭവിക്കേണ്ടി വരും. റോഡ്രി തങ്ങളുടെ പ്രധാന താരമാണ്. പുതിയ കരാർ ഒപ്പുവെച്ച് ടീമിൽ തുടരണമെന്നാണ് ആഗ്രഹം. മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ എൻസോ മരസ്ക കഴിഞ്ഞ ദിവസം നടത്തിയ പ്രതികരണം ഇങ്ങനെയായിരുന്നു. എന്നാൽ എത്തിഹാദിൽ കാര്യങ്ങൾ അത്ര ഈസിയല്ല. എന്നെങ്കിലും റോഡ്രി സ്പെയിനിലേക്ക് മടങ്ങുമെന്ന ബോധ്യം അവർക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. 2022 ലീഡ്സ് യുണൈറ്റഡിൽ നിന്ന് കാൽവിൻ ഫിലിപ്സിനെ സൈൻ ചെയ്തതും ഇത് മുൻകൂട്ടി കണ്ടാണ്. എന്നാൽ ആ നീക്കം അമ്പയെ പരാജയമായി. പോകാൻ താല്പര്യമുള്ള താരത്തെ പിടിച്ചു നിർത്തേണ്ട എന്നതാണ് സിറ്റി ഇതുവരെ എടുത്ത നിലപാട്. റോഡ്രിയുടെ കാര്യത്തിലും അവർ വെച്ചു പുലർത്തുന്നത് ഇതേ നിലപാട് തന്നെയാണ്. നിലവിൽ താരത്തിന് 30 വയസ്സ് പിന്നിട്ടുവെന്നതും തുടർ പരിക്കുകളും ഇംഗ്ലീഷ് ക്ലബ്ബ് ഗൗരവത്തോടെയാണ് കാണുന്നത്. അടുത്ത വർഷം കരാർ അവസാനിക്കുന്നതോടെ ഫ്രീ ട്രാൻസ്ഫറിൽ താരത്തെ പറഞ്ഞുവിടാനും സിറ്റിക്ക് താല്പര്യമില്ല. ലോകകപ്പിലെ മികച്ച പെർഫോമൻസ് താരത്തിൻ്റെ മാർക്കറ്റ് വാല്യൂ കാര്യമായി ഉയർത്തിയിട്ടുമുണ്ട്. ഇതോടെ 70 മില്യൺ ഡീലുമായി ബാഴ്സ വരികയാണെങ്കിൽ താരത്തെ കൈവിടാൻ സിറ്റി തയ്യാറായേക്കും. പകരം മറ്റൊരു താരത്തിനായുള്ള ശ്രമവും സമാന്തരമായി ക്ലബ്ബ് തുടർന്നു വരികയാണ്. നിലവിൽ മൊറോക്കോയുടെ യങ് സെൻസേഷൻ അയ്യൂബ് ബുവാദിയാണ് പ്രൈം ടാർഗറ്റ്. ചെൽസിയിൽ നിന്ന് എൻസോ ഫെർണാണ്ടസിനെ എത്തിക്കാനും സിറ്റി ശ്രമം നടത്തുന്നുണ്ട്. ഒരു പതിറ്റാണ്ടിൻ്റെ ഗാഡിയോള യുഗത്തിനു ശേഷം മരസ്ക പരിശീലക റോളിലേക്ക് എത്തുമ്പോൾ മികച്ചൊരു പുതിയ ടീം ബിൽഡ് ചെയ്യേണ്ട ആവശ്യവും സിറ്റിക്ക് മുന്നിലുണ്ട്. ഫ്ലിക്ക് യുഗത്തിൽ ചാമ്പ്യൻസ് ലീഗ് സ്വപ്നം കാണുന്ന ബാഴ്സലോണ നിർണായക ചുവടുവെപ്പായാണ് റോഡ്രിയെ കാണുന്നത്. മാറിമറിയുന്ന ട്രാൻസ്ഫർ നാടകത്തിൽ റോഡ്രി ബാഴ്സലോണയിൽ പറന്നിറങ്ങുമോ അതോ സിറ്റി പിടിച്ചു നിർത്തുമോ? ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ തുടരും.